സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം ആരാരോ തേടുന്നു അന്തിനിലാവൊളിയേ അമ്മാനം മാനത്തെ തേടുന്നു മുല്ലമുളങ്കുഴലിൽ പിന്നെയും ചാഞ്ചാടും ചെല്ലമഴത്തുള്ളിയേ കനവ് പോലെ പുതു കവിത പോലെ കടൽ പോലെ കാറ്റു പോലെ ഓർമ്മയിൽ ആരാരോ തേടുന്നു അന്തിനിലാവൊളിയേ അമ്മാനം മാനത്തെ അല്ലി മലർക്കിളിയേ മഞ്ഞിൻ തുള്ളിയായി മംഗളം മൊഴിഞ്ഞ മാത്രയിൽ വസന്തകാലമാണൊരുത്സവം നെഞ്ചിൽ ചാഞ്ഞുറങ്ങവേ പൂ പൊഴിഞ്ഞു വീണു പാട്ടുകൾ ആരാരോ തേടുന്നു അന്തിനിലാവൊളിയേ അമ്മാനം മാനത്തെ അല്ലി മലർക്കിളിയേ കനവ് പോലെ പുതു കവിത പോലെ കടൽ പോലെ കാറ്റു പോലെ ഓർമ്മയിൽ അതിനുള്ള കാരണക്കാരി അവളാ, നിങ്ങളുടെ പൊന്നാങ്ങളുടെ മോള്. സംഗതി നാട്ടില് മൊത്തം നാറ്റക്കേസായപ്പോഴാ തന്തയും മോളും കൂടി രാഖി രാമാനെ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ. നിനക്കിതൊക്കെ എങ്ങനെ അറിയാം? അനന്തൻ ആരാ മോൻ? അങ്ങനത്തെ ഗുഡൻസുകളൊക്കെ ആദ്യം ഈ അനന്തൻ അറിയും. അല്ലേ തന്നെ അറിയാതിരിക്കാൻ അവരങ്ങ് ദുബായിലൊന്നും അല്ലല്ലോ, ഈ കൊച്ചു കേരളത്തിൽ തന്നെയല്ലേ. എന്റെ ബലമായ സംശയം ആ പെണ്ണും ഒരു ദുർനടപടിക്കാരിയാണെന്നാ. അതവളുടെ ലക്ഷണം കണ്ട അറിയാം. അനന്ത, വെറുതെ ഇല്ല അവതൊന്നും പറയരുത്. അനന്തൻ സത്യേ പറയൂ. ദേ, പിന്നൊരു കാര്യം പറഞ്ഞേക്കാം, ഈ വക അലവലാദികളൊന്നും നാട്ടി വെച്ച് പൊറപ്പിക്കരുത്. നാളേക്ക് നാളെ വണ്ടി കയറ്റി വിട്ടേക്കണം, അല്ലെങ്കിലേ ഈ അനന്തൻ അതിന്റെ നാണക്കേട്. അയ്യോ, എനിക്ക് വയ്യ അവരെ ഇവിടെ ഇറക്കി വിടാൻ. ഞാൻ അതിന് സമ്മതിക്കില്ല. തള്ളെ പറഞ്ഞതനുസരിച്ച് കൊന്നുകളയും ഞാൻ. എന്നെ കൊന്നാലും ശരി, ഞാൻ അവരെ ഇവിടെ ഇറക്കി വിടില്ല. അയ്യോ അയ്യോ, എന്നെ കൊന്നാലും ഞാൻ അവരെ ഇവിടെ ഇറക്കി വിടില്ല. ഇല്ല ഇല്ല. അയ്യോ മോളെ, അയ്യോ എടാ വിടടാ, വിട അമ്മ, വിട എന്റെ അമ്മേ മോളെ, വിട. ഓ നിന്നെ വിട, എന്റെ അമ്മയെ തൊട്ട കൊന്നോളി ഞാൻ. പോയിക്കോ. ഇപ്പൊ പോണത് പേടിച്ചിട്ടല്ലടി.
എല്ലാത്തിനും ഇതിനകത്തോട്ട് ചുട്ടുകൊന്ന് ചാമ്പലാക്കാൻ വരൂ അനന്തൻ. എന്റെ അമ്മ കരയണ്ടാട്ടോ. ഈ മോള് ജീവനോടുള്ളപ്പോ എന്റെ അമ്മയെ ഒരുത്തനും തൊടില്ല. തൊട്ടവന്റെ കഴുത്ത് ഞാൻ വിട്ടു. കരയല്ലേ അമ്മ? അമ്മയുടെ കഴുത്ത് വേദനിച്ചോ? സാരില്ലട്ടോ, ഇനി എന്റെ അമ്മയെ അവനൊന്നും ചെയ്യില്ല. ദുഷ്ടൻ. കരയല്ലേ അമ്മ? അമ്മയ്ക്ക് മോളില്ലേ? മോളെ, എന്റെ പൊന്നു മോളെ. ഒന്ന് നിന്നേ. നിന്നെ ഒന്ന് കാണാനിരിക്കായിരുന്നു ഞാൻ. ഇപ്പൊ കണ്ടില്ലേ? ഇങ്ങനെ കണ്ടാ പോരല്ലോ, നമുക്ക് ചില കണക്കുകൾ തീർക്കണ്ടേ. എന്ത് കണക്ക്? നിനക്കറിയില്ലല്ലേ, നീ എന്നു മുതലാടാ ശ്രീദേവി അമ്മയുടെ കുടുംബത്തിന്റെ രക്ഷകനായത്? നിന്നെ പോലുള്ള ചില ദ്രോഹികള് അവരെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് വെച്ചാ എന്നെ പോലുള്ള ചിലർക്ക് അവരുടെ രക്ഷകനാകേണ്ടി വരും. രക്ഷകനാകാൻ നീ ആരാ? ആ ഭ്രാന്തി പെണ്ണിന്റെ രണ്ടാം കെട്ടുകാരനോ, അതോ കുറ്റിയും പറിച്ചു വന്ന ആ പുറംനാട്ടുകാരി പെണ്ണിന്റെ സംബന്ധക്കാരനോ? അനന്ത, വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കണം. കണ്ണിക്കണ്ട ചാവാലി പട്ടികളോട് കാണിക്കുന്ന ഉമ്മാക്കിയൊന്നും ഈ ഹരീന്ദ്രനോട് വേണ്ട. ഒരു ഹരീന്ദ്രൻ ആണത്തമുണ്ടെങ്കില് നീ അനന്തനോട് നേരിട്ട് മുട്ട്. അന്നെന്നെ സ്റ്റേഷനിൽ കയറ്റിയതിന്റെ പിന്നില് അവള് മാത്രമല്ല നീയുണ്ടെന്ന് എനിക്കറിയാം. നിന്റെ പിൻബലത്തിൽ അവളുകളും നെഗളിക്കണേന്ന് അറിയാം. എന്ത് കുന്തം കണ്ടിട്ടാ? വേണ്ട, നീ എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. നിനക്കറിയില്ല അവളുടെ പഴയ ചീഞ്ഞു നാറിയ കഥകള്. അവളൊരു കൊലപാതകയാണ്. അവളുടെ ഒരു കൂട്ടുകാരി പെണ്ണ് ഒരു കൊച്ചിനെ വയറ്റിലുണ്ടാക്കിയിട്ട് കെട്ടി തൂങ്ങി ചത്തു. അതിന് കാരണം എന്താണെന്നറിയോ നിനക്ക്? ആ പെണ്ണിന്റെ ഗർഭത്തിന് ഉത്തരവാദിയായവനെ കല്യാണം കഴിക്കാൻ ഒരുങ്ങി നിന്റെ ഈ ഭൂലോക രംഭ. അത് മനസ്സിലാക്കിയപ്പോഴാ ആ പാവം കെട്ടി തൂങ്ങിച്ചത്തെ. എന്നിട്ടാ അവൾ ഇവിടെ വന്നിട്ട് ഒരു ശീലാവതി ചമയുന്നേ. പൊക്കോ പൊക്കോ, അനന്തൻ ഇത് വെച്ചൊരു കളി കളിക്കും. നീ കണ്ടോ? കുഞ്ഞമ്മേ, ഇനി എന്നും ആ മുത്തശ്ശനും മേടിച്ചിട്ട് നമ്മുടെ വീട്ടിലുണ്ടാവോ? ഉണ്ടാവും. എന്താ മോക്ക് അവരെ ഇഷ്ടായോ? നല്ല ആൾക്കാരല്ലേ ആ മുത്തശ്ശനും ചിറ്റയും? കുഞ്ഞമ്മേ, ദേ അയാള്. മോള് വാ. ഒന്ന് നിന്നേ. നിനക്കെന്താ ഒരു മൈൻഡ് ഇല്ലാത്തത്? എന്താ, ഞാൻ നിങ്ങളെ പോയിട്ട് പൂജിക്കണം? എന്താ മോളെ ഇങ്ങനെയൊക്കെ? നിങ്ങളെന്തിനാ എന്റെ വീട്ടിൽ കയറി വഴക്കുണ്ടാക്കണേ? മോള് കാര്യം അറിയാതെ സംസാരിക്കരുത്. അവിടെ ഇപ്പോ വന്നു കയറിയിട്ടില്ലേ ഒരുത്തി? അവളെ നിനക്കറിയോ? വഴി പഴച്ചൊരു പെണ്ണാ അവള്. നിന്റെ ചേച്ചി വരുത്തി വെച്ച മാനക്കേട് കാരണം ഇപ്പൊ ഈ നാട്ടില് തല ഉയർത്തി നടക്കാൻ പറ്റണില്ല. അതിനിടയ്ക്കാ വേറൊരു അവതാരത്തിന്റെ വരവ്. ആ ഒരു ഗതികേട് നാളെ നിനക്കുണ്ടാവാതിരിക്കാൻ വേണ്ടിയാ ഈ അനന്തേട്ടൻ പറയണത്. ഒടുക്കം നിനക്ക് ഞാനേ ഉണ്ടാവൂ. അങ്ങനെ ഒരു ഗതികേട് വന്നാ ഒരു മുഴം കയറേ എനിക്ക് വേണ്ടു. എന്നാലും നിങ്ങളുടെ മുമ്പിൽ കഴുത്ത് നീട്ടില്ല.
വെറുതെ നീ എന്റെ കൈക്ക് പണിയുണ്ടാക്കരുത്. ഈ അനന്തനെ നിനക്ക് ശരിക്കും അറിയില്ല. നിന്റെ ഈ കൊമ്പും ബമ്പത്തരവും ഒക്കെ ഉണ്ടല്ലോ, അനന്തന്റെ അടുത്ത് വേണ്ട. ഒന്നുളയും ഞാൻ. ഒന്ന് പോടോ വാമോളെ. പോ. വെച്ചിട്ടുണ്ട് നിനക്ക് ഞാൻ. വാ കുഞ്ഞമ്മേ, നമുക്ക് പോവാം. എവളിതാര്? നിന്റെ കുറുമ്പ് കാണാൻ നല്ല രസാ. അത് ഞാൻ തീർത്തു തരാം. സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം അമ്മാവനെ മേണി ചേച്ചിയും കാണുന്നില്ലല്ലോ അമ്മേ. ആശുപത്രി പോയാ ഇത്രയൊക്കെ താമസിക്കോ? അത് തന്നെ ഞാനും ആലോചിച്ചോണ്ടിരിക്കണത്. എന്തു പറ്റിയാവോ ഗോവിന്ദന്? ഇന്നലെ പോയതാ. ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല. എനിക്ക് തോന്നുന്നത് ആശുപത്രിയിൽ നിന്ന് മടങ്ങും വഴി അവര് നേരെ ഗോപേട്ടന്റെ വീട്ടിലേക്ക് വിട്ടിരിക്കും. എന്നിട്ട് അവിടെ കൂടി ഇന്ന് കാലത്ത് ഗോപേട്ടനെയും കൂട്ടി വരാനുള്ള പ്ലാനായിരിക്കും. ദേ, നീ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? അവളുടെ ഒരു ഗോവേട്ടൻ. അമ്മ വിഷമിക്കണ്ടാമേ. ഗോപേട്ടൻ വരുമ്പോഴേ കാശൊക്കെ ഉണ്ടാവും കയ്യില്. ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് കാശ് കൊണ്ടുവരാൻ. എനിക്ക് നിന്റെ ഗോവനെ ഒന്നും അല്ല കാണേണ്ടത്, എന്റെ ഗോവിന്ദനെയാ. ഓ, ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. കിടന്ന അപ്പ തുടങ്ങും വേണ്ടാത്ത സ്വപ്നങ്ങള്. ഒരാപത്തും കൂടാതെ ഇനി എത്തിയാ മതിയായിരുന്നു ഈശ്വര. ഒന്ന് നിക്കണ്ടേ അമ്മു, ഈ ചോറ് മാത്രം ബാഗിലൊന്ന് വെക്കട്ടെ. എന്റെ പൊന്നുമോള് പോയിട്ട് വാ. അമ്മുമ്മേ, ഞാൻ ഇറങ്ങട്ടെ? ശരി മോളെ. ഇന്നും പഴഞ്ചോറ് തന്നെയാണല്ലേ? അല്ലാതെ ഇവിടെ വേറെ വെച്ചുണ്ടാക്കിയിട്ടൊന്നുമില്ലല്ലോ. വാ മോളെ. പാവം, എന്റെ മോക്ക് അസുഖമൊന്നും വരായിരുന്നാ മതിയായിരുന്നു. അമ്മേ, അമ്മയ്ക്ക് ആ അമ്മാവനെയും എണിച്ചേച്ചിയും വലിയ ഇഷ്ടല്ലേ? പാവല്ലേ അമ്മാവനും ചേച്ചി? എന്ത് സ്നേഹാ നമ്മളോടൊക്കെ. ശരിയാ മോളെ, നമ്മളെന്ന് വെച്ചാ ജീവനാ അവർക്ക്. ഗോവിന്ദന് എന്നോടുള്ള സ്നേഹം കാണുമ്പോ അതാ മോളെ എന്റെ പേടി. എന്തിനാണോ അവൻ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത്? പാവം അമ്മായി, നമ്മളെ കാണാതെ ആകെ വിഷമിച്ചിരിക്കാവും. ഇന്നലെ കാലത്ത് അവിടെ നിന്ന് ഇറങ്ങിയതല്ലേ നമ്മള്. എന്തായാലും അമ്മായി രാത്രി ഉറങ്ങിയിട്ടുണ്ടാവില്ല. നമ്മളും വിചാരിച്ചില്ലല്ലോ ഒരു ദിവസം വൈകുമെന്ന്. അപ്പോഴേക്കുമല്ലേ ഗോപനെ കണ്ടത് സമയം പോയതും. അതൊന്നും അമ്മായിക്ക് പറയില്ലല്ലോ. രാത്രിയും കാണാത്തതുകൊണ്ട് ചിലപ്പോ എന്നെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും വിചാരിച്ചിട്ടുണ്ടാവും. എന്തായാലും ചെന്ന് കയറുമ്പോ നല്ല കോളായിരിക്കും. പിണക്കവും പരാതിയും ദേഷ്യവും സകലതും ഉണ്ടാവും. ഇങ്ങനൊരു ശുദ്ധഗതിക്കാരിയെ വേറെ കണ്ടിട്ടില്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ നമ്മളോടൊക്കെയുള്ള സ്നേഹം. എന്താ മോളെ, ഗോവിന്ദന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഒന്നുമില്ല അമ്മായി. ഞാൻ ഒപ്പോളോട് പറഞ്ഞില്ലേ കുഴപ്പമൊന്നുമില്ല എന്ന്. ഡോക്ടർ എന്താ പറഞ്ഞത്? പതിവുള്ള മരുന്നും ഗുളിയൊക്കെ തുടരണം. അതിനാ പൈസയും ചെലവാക്കി അത്രയും ദൂരം പോയത്. എന്തായിരുന്നാലും ഡോക്ടർ പറയുമ്പം നമുക്കൊരു സമാധാനം കിട്ടുമല്ലോ. അല്ല, ഇന്നലെ രാവിലെ പോയതല്ലേ? രാത്രി മുഴുവൻ നിങ്ങളെ കാണാതായപ്പോഴേ ഞാൻ വേവലാതിപ്പെട്ടു പോയി. നിങ്ങൾ എപ്പോഴാ വന്ന് കതവില് മുട്ടുകാന്ന് വിചാരിച്ചേ ഞാൻ ഉറങ്ങിയതേ ഇല്ല. എന്താ ഇത്ര താമസിച്ചത് വേറൊന്നുമല്ല. ഡോക്ടർ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോ അവിചാരിതായിട്ട് ഒരാളെ കണ്ടു ഞങ്ങള്. ആരെ? ഗോപനെ. എന്നിട്ട് ഇന്ദുവിനോട് ഒരു തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എൻ്റെ ജീവിതത്തിൽ
മറ്റൊരു സ്ത്രീ കൂടി ഉണ്ടെന്നുള്ള സത്യം ഞാൻ മറച്ചു വെച്ചു. അത് പറഞ്ഞ ഇന്ദുവിന് എനിക്ക് നഷ്ടപ്പെടുമെന്നുള്ള പേടി. മുറച്ചെറുക്കനെന്ന് മുദ്രകുത്തി അമ്മാവൻ്റെ മകളെ അന്നെൻ്റെ തലയിൽ കെട്ടിവെച്ചപ്പോൾ ഞാൻ അറിഞ്ഞിരുന്നില്ല അതെനിക്കൊരു ഭാരമായിരിക്കുന്നു. അവൾ എൻ്റെ ഭാര്യയാണെന്ന് പറയാൻ പോലും എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. അഹങ്കാരവും ധിക്കാരവും നിഷേധമൊക്കെ കൂട്ടിക്കൊഴിച്ച ഒരു ഭീകര സ്വത്തും അവളായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശാപം. ഒരിക്കലും പൊരുത്തപ്പെടാനാവാത്ത വിധം ഞങ്ങൾ അകന്നു, ഒരുപാട് അകലത്തിൽ. ആ ഇടയ്ക്ക ഇന്ദു എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ മറ്റെല്ലാം ഞാൻ മറന്നു. പക്ഷേ ഇന്ദുവിൻ്റെ ആ കണ്ണീര്, അവളുടെ ശാപം, അതെല്ലാം നിഴല് പോലെ ഇന്നും എന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കുക. ഞാനിന്ന് മരണവും കാത്തു കഴിയുന്നൊരു ജീവച്ചവാ. ഒരാഗ്രഹം കൂടി എനിക്കുണ്ട്. മരിക്കുന്നതിന് മുമ്പ് എൻ്റെ ഇന്ദുവിനെയും മകളെയും എനിക്കൊന്ന് കാണണമെന്നുണ്ട്. സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം അമ്മായി, അമ്മായി, ഞാനിനി അയാളെ പറയാനൊന്നും ബാക്കിയില്ല. അത്രയ്ക്ക് ശകാരിക്കേണ്ടി വന്നു എനിക്ക്. ഒടുവിൽ അയാളുടെ ഇപ്പോഴത്തെ അവസ്ഥ കേട്ടപ്പോ സഹതാപവും തോന്നി. ഒരു പക്ഷേ ദൈവം കൊടുത്ത ശിക്ഷയായിരിക്കും അത്. അല്ലെങ്കിൽ പറയണമായിരുന്നോ അയാൾ മരണവും കാത്ത് കഴിയണമെന്ന്? മരണവും കാത്ത് കഴിയുന്നവനെ ഈ അവസാന നിമിഷത്തിൽ എന്റെ മോക്കെന്തിനാ? എന്റെ മോളുടെ ജീവിതം തകർത്തില്ലേ അവൻ? വേണ്ട, അവനിവിടെ വരികയും വേണ്ട, എന്റെ മോളെ കാണുകയും വേണ്ട. സംഭവിക്കേണ്ട എല്ലാം സംഭവിച്ചു. ഇനിയിപ്പോ അയാളെ ശപിച്ചിട്ടെന്താ? നിനക്കറിയില്ല, അവൻ ഒരുത്തൻ കാരണം ഞാനും എന്റെ മോളും അനുഭവിച്ച വേദന. അറിയാം അമ്മായി, എല്ലാം അറിയാം. എന്ത് കുറച്ചു കാലം ഗോപനെ പിരിഞ്ഞിരുന്നെന്ന് കരുതിയാൽ മതി. അപ്പോളെ തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ഗോപനെ വെറുക്കുകയല്ല വേണ്ടത്. പ്രത്യേകിച്ചും ആസന്നമരനായി കഴിയുമ്പോൾ സഹതാപമല്ലേ തോന്നേണ്ടത്? അമ്മായി, ഒരു പക്ഷെ ഗോപന്റെ തിരിച്ചുവരവ് ഇന്ദുവിന്റെ ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവായി മാറിയാലോ? ശരിയാവപ്പോളെ, ഗോപനെ കണ്ടാ ചിലപ്പോ ഇന്ദുവിന്റെ മാനസികാവസ്ഥയ്ക്ക് മാറ്റം വന്നൂടാന്നില്ലല്ലോ. അവള് പഴയ നിലയിലേക്ക് വന്ന അതിനേക്കാൾ ഏറെ സന്തോഷം നമുക്ക് വേറെന്താ ഉള്ളത്? നിങ്ങളുടെ അത്ര ചിന്തിക്കാനും തീരുമാനം എടുക്കാനുമുള്ള വകതിരൊന്നും എനിക്കില്ല. എന്താ വേണ്ടെന്ന് വെച്ച് ഗോവിന്ദനും മോളും കൂടെ തീരുമാനിച്ചാൽ മതി. തീരുമാനിക്കമ്മായി. നമുക്കെല്ലാവർക്കും എന്താന്ന് വെച്ചാ സാവകാശം ആലോചിച്ച് തീരുമാനിക്കാം. ഗോവിന്ദ, നീ പോയി ഇത്തിരി കിടക്ക്. യാത്ര കഴിഞ്ഞ് വന്നതല്ലേ മോളെ, ഒന്നും കൂടെ പോ. വാച്ച. മോളെ, എന്താ മായി? ഇന്നലെ രാത്രി അനന്തൻ ഇവിടെ വന്നിരുന്നു. നിങ്ങൾ എവിടെയാണെന്നൊക്കെ ചോദിച്ച് കുറെ ബഹളം ഉണ്ടാക്കി. പക്ഷേ എനിക്ക് വിഷമം അതൊന്നും അല്ല. അവൻ നിന്നെക്കുറിച്ച് ഒരുപാട് അനാവശ്യങ്ങൾ വിളിച്ചു പറഞ്ഞു. എന്താ അനാവശ്യം? അവൻ പറഞ്ഞതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഗോവിന്ദനും നീയും ഈ വീട്ടിലേക്ക് വന്നതിന്റെ അന്ന് മോൾ എന്നോട് പറഞ്ഞില്ലേ നിങ്ങളുടെ കഴിഞ്ഞ കഥകളൊന്നും ചോദിക്കരുതെന്ന്? അത് ഞാൻ ഇപ്പോഴും ചോദിക്കുന്നില്ല. പക്ഷേ അനന്തൻ പറഞ്ഞത് സത്യമാണെന്ന് മാത്രം അമ്മായിക്കറിയണം. എന്താ അനന്തൻ പറഞ്ഞത്? മോളോടത് പറയാൻ അമ്മായിക്ക് വിഷമമുണ്ട്. പക്ഷേ അവനത് പറഞ്ഞ സ്ഥിതിക്ക് എനിക്കത് ചോദിക്കാതിരിക്കാൻ വയ്യ. അമ്മായി ചോദിച്ചോളൂ.
ഞാനൊന്നും ഒളിച്ചു വെക്കില്ല. മോള് കാരണം മോളുടെ ഒരു കൂട്ടുകാരി ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞു. അത് ശരിയാണോ? മരിച്ചുപോയ ആ പെൺകുട്ടി ഗർഭിണിയായിരുന്നോ? ആ പെൺകുട്ടിയുടെ ഗർഭത്തിന് ഉത്തരവാദിയായ ആളെയാണോ നീ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്നത്? സത്യമാണ്. പക്ഷേ അവളുടെ മരണത്തിന് കാരണം ഞാനല്ല, അവനാ, രഘുറാം. എന്നെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചവൻ എന്റെ ലച്ചുവിന്റെ പ്രിയപ്പെട്ടവനാണെന്നും അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ അയാളാണെന്ന് എന്റെ കല്യാണത്തിന് തൊട്ട് മുമ്പാ ഞാൻ അറിഞ്ഞത്. എന്താ സോഫി, എന്താ അവൾക്ക് പറ്റിയത്? അവളുടെ രാമനെ വേറൊരുത്തി സ്വന്തമാക്കാന്നറിഞ്ഞാൽ അതെങ്ങനെ അവൾക്ക് സഹിക്കാൻ കഴിയ? സോഫി, നീ എന്തേ പറയുന്നേ? പറ, എന്താ നീ പറയുന്നേ? നീ അറിയാത്ത സത്യം, ലച്ചുവിന്റെ റാം നിന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന രഘുറാമാണ്. അവളുടെ വയറ്റിൽ വളരുന്നത് രഘുറാമിന്റെ കുഞ്ഞാണ്.